ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിട്രോൺ ഇന്ത്യയിൽ റീസെൻ്റ്ലി റിവീൽ ചെയ്ത അവരുടെ ഒരു മിഡ് സൈസ് കൂപ്പെ SUV പറ്റിയാണ്. സിട്രോൻ ബസാൾട്ട്. സിട്രോണിൻ്റെ C3 എ-ക്രോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മിഡ് സൈസ് കൂപ്പെ SUV ആണ് ബസാൾട്ട്. ഇത് മെയിൻലി റൈവൽ ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ കർവിനെയാണ്. ഓഗസ്റ്റ് 7-നാണ് ടാറ്റ കർവിൻ്റെ ലോഞ്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സിട്രോൺ അവരുടെ C³ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന അവരുടെ 4th മോഡലാണ് ബസാൾട്ട്. ബസാൾട്ടിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ C3 എ-ക്രോസിൽ നിന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് സിട്രോൺ ബസാൾട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ C3 എ-ക്രോസിൽ നിന്ന് സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബമ്പറാണ് ബസാൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിട്രോൻ C³ മോഡൽസിൻ്റെ ഭാഗമായി ലോഞ്ച് ചെയ്ത വണ്ടികൾക്കകത്ത് ആദ്യമായിട്ട് പ്രൊജക്റ്റഡ് ഹെഡ്ലാംപ്സ് കിട്ടുന്നത് ബസാൾട്ടിനാണ്. അതിൻ്റെ മുകളിലായിട്ട് LED DRLസും നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു 17-inch അലോയ് വീലാണ് സിട്രോൻ ബസാൾട്ടിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ C3 എ-ക്രോസിൽ കണ്ട ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് സിട്രോൻ ബസാൾട്ടിനും കൊടുത്തിരിക്കുന്നത്. റിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു ഹലോജൻ ടെയിൽ ലാമ്പും അതുപോലെ തന്നെ ഒരു ചങ്കി ഡ്യുവൽ ടോൺ ബമ്പറും നമുക്ക് കാണാൻ സാധിക്കും. പവർ ട്രെയിനിലേക്ക് വരുവാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് സിട്രോന് ബസാൾട്ടിന് കൊടുത്തിരിക്കുന്നത്. ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ. ആ എഞ്ചിൻ അറൗണ്ട് 82 ഹോഴ്സ് പവറും 150 Nm ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിത്ത് എ 5-speed മാനുവൽ ഗിയർ ബോക്സ്. സിട്രോൺ ക്ലെയിം ചെയ്യുന്നത് ഈ എഞ്ചിൻ 18 കിലോമീറ്ററോളം മൈലേജ് കിട്ടുമെന്നാണ്. കൂടാതെ ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും സിട്രോൻ ബസാൾട്ടിന് കൊടുക്കുന്നുണ്ട്. ആ എഞ്ചിൻ അറൗണ്ട് 110 ഹോഴ്സ് പവറും 190 Nm ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിത്ത് എ 6-speed മാനുവൽ ഗിയർ ബോക്സ്. ഈ സെയിം എഞ്ചിൻ തന്നെ ഒരു 6-speed ടോർക്ക് കൺവേർട്ടബിൾ ഗിയർ ബോക്സിലും സിട്രോൺ കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ആ എഞ്ചിൻ അറൗണ്ട് 110 ഹോഴ്സ് പവറും 205 Nm ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിട്രോൺ ക്ലെയിം ചെയ്യുന്നത് 1.2 ലിറ്റർ ടർബോ മാനുവൽ വേരിയൻറ്റിന് 19.5 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് 18.7 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് സിട്രോൺ ക്ലെയിം ചെയ്യുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ C3 എ-ക്രോസിൽ നിന്ന് ക്യാരി ഓവർ ചെയ്തിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ബസാൾട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻറ്റീരിയറിൽ C3 എ-ക്രോസിൽ നിന്ന് ഏറ്റവും വലിയ അപ്ഡേറ്റ് ബസാൾട്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു പുതിയ HVAC പാനലും അതിൻ്റെ കൂടെ തന്നെ ഒരു ഓട്ടോമാറ്റിക് AC കൺട്രോൾ സിസ്റ്റവുമാണ്. ഹയർ വേരിയൻറ്റിന് സിട്രോൻ ഒരു 10.25 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും ഒരു 7-inch ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൊടുക്കുന്നുണ്ട്. കൂടെ 15 വാട്ട് വയർലെസ് ഫോൺ ചാർജറും കണക്റ്റഡ് കാർ ടെക്കും സിട്രോൻ ഓഫർ ചെയ്യുന്നുണ്ട്. റിയർ സീറ്റിലേക്ക് വരുവാണെങ്കിൽ സെഗ്മെൻറ്റ് ഫസ്റ്റ് ഒരു അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ടും സിട്രോൻ ബസാൾട്ടിന് കൊടുത്തിട്ടുണ്ട്. 407 ലിറ്റേഴ്സാണ് ബസാൾട്ടിൻ്റെ ബൂട്ട് സ്പേസ്. സേഫ്റ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ സിട്രോൻ ബസാൾട്ടിൻ്റെ എല്ലാ വേരിയൻറ്റിനും 6 എയർ ബാഗും ESPയും ഹിൽ ഹോൾഡ് അസിസ്റ്റും ടയർ പ്രഷർ മോണിറ്ററും സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ബസാൾട്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പോൾ അറിയുന്നതിന് ഞങ്ങളുടെ ഇൻസ്റ്റാ പേജായ ടോർക്കി ടോക്സും കൂടി ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.